നമസ്തേ. ആദ്യം ഒരു ശ്ലോകം വെച്ച് തുടങ്ങാം. ഈ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റ്, ഇപ്പം ഹൈപ്പർ മാർക്കറ്റുകളാണല്ലോ, അതിലെല്ലാം കിട്ടുമല്ലോ. നമുക്ക് തുണി ഉണ്ടെങ്കിൽ ഭക്ഷണം, സാരി എല്ലാം അതിൽ കിട്ടും. അപ്പോൾ ഓൾ ഇൻ വൺ. അതുപോലെ ഈ ഒരു ശ്ലോകത്തിൽ എല്ലാ വിഭക്തികളും ഉണ്ട്. എന്ത് വിഭക്തികളാണ്? അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളുടെ വിഭക്തികൾ. അതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. കൃഷ്ണഃ എന്ന ശബ്ദം കൃഷ്ണഃ അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ആ കൃഷ്ണഃ ശബ്ദത്തിൻ്റെ എല്ലാ വിഭക്തികളും ഈ ഒരു ശ്ലോകത്തിൽ വരുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് ശ്ലോകം പഠിക്കാം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരുഹു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേന ഏവ സുരക്ഷിതോഹമസകൃത്. ആദ്യം വായിക്കാം, അത് കഴിഞ്ഞിട്ട് പിരിച്ചു പറയാം. സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ തുഭ്യം നമഃ കൃഷ്ണാത് ഏവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിഃ അചഞ്ചലാസ്തു ഭഗവൻ ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ആദ്യത്തെ വരി നോക്കാം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരുഹു. ചരാചര ഗുരുഹു കൃഷ്ണഃ. ഈ കൃഷ്ണോ എന്നുള്ളത് കൃഷ്ണഃ എന്നുള്ള ശബ്ദം രക്ഷതു കൂടി ചേരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും. ഇപ്പം രണ്ട് കളറും കൂടി ചേർന്ന് മിക്സ് ചെയ്ത മാറ്റം വരുമല്ലോ. അതേപോലെ കൃഷ്ണഃ പ്ലസ് രക്ഷതു, ആ വിസർഗം ഓന്നാവും. അത് സന്ധി നിയമങ്ങളിൽ വരുന്നതാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ കൃഷ്ണഃ ഏത് കൃഷ്ണനാണ്? ചരാചര ഗുരുഹു കൃഷ്ണഃ. ചരാചരങ്ങളുടെ എല്ലാം ഗുരുവായ കൃഷ്ണൻ മാം എന്നെ രക്ഷതു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഈ രക്ഷതു എന്നുള്ള പദവും നമ്മൾ പഠിച്ചിരുന്നു. ഒരു ക്രിയാപദമാണ്. ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഭാവവാചക ക്രിയാപദങ്ങൾ, കാലവാചക ക്രിയാപദങ്ങൾ, രണ്ട് വകുപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് രക്ഷതി എന്ന് പറയുമ്പോൾ രക്ഷിക്കുന്നു. അപ്പം അത് കാലത്തിനെ സൂചിപ്പിക്കുന്നു, വർത്തമാനകാലം. രക്ഷതു എന്ന് പറയുമ്പോൾ രക്ഷിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതിൽ ഭാവമാണ് പ്രധാനം. അതുകൊണ്ട് രക്ഷതു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ കൃഷ്ണഃ എന്നുള്ള പദം പ്രഥമാ വിഭക്തി. അതേപോലെ തന്നെ ഇവിടെ വേറെ രണ്ട് ശബ്ദങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാലഃ രാമഃ. അത് രണ്ടും അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. ഈ രണ്ടാമത്തെ വിഭക്തി കൃഷ്ണം നമസ്യേ സദാ. ഞാൻ കൃഷ്ണനെ സദാ നമസ്കരിക്കുന്നു. ആരെ നമസ്കരിക്കുന്നു? കൃഷ്ണം, കൃഷ്ണനെ നമസ്കരിക്കുന്നു. സദാ എപ്പോഴും കൃഷ്ണനെ നമസ്കരിക്കുന്നു. ഇപ്പം ഇവിടെ ബാലഃ എന്ന ശബ്ദമാണെങ്കിൽ ബാലം ബാലനെ, രാമം രാമനെ. മൂന്നാമത്തത് കൃഷ്ണേന ഏവ സുരക്ഷിതോഹമസകൃത്. ഇത് പിരിക്കുമ്പോൾ സുരക്ഷിതഃ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുവല്ലോ. ഈ വിസർഗം അടുത്ത പദമായിട്ട് ചേരുമ്പോൾ ഓ ആകും. അതേപോലെ ഇവിടെയും സുരക്ഷിതഃ എന്നുള്ളത് അടുത്ത പദം കൂടി ചേരുമ്പോൾ സുരക്ഷിതോ എന്ന് വരുന്നു. ഈ ഒരു സിമ്പിൾ ഇത് നമ്മൾ എന്താ പറയുക? അവഗ്രഹം. അതൊരു സൈലൻ്റ് ആയിട്ടുള്ള ആയിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ആ നമ്മൾ ചേർക്കുമ്പോൾ അഹം എന്ന് വരും. അഹം അസകൃത്. കൃഷ്ണേന ഏവ സുരക്ഷിതഃ അഹം അസകൃത്. അപ്പോൾ അഹം ഞാൻ, അസകൃത് എല്ലായ്പ്പോഴും. സകൃത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ, ഒരു പ്രാവശ്യം. അസകൃത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും. കൃഷ്ണേന ഏവ കൃഷ്ണനാൽ തന്നെ, ഏവ തന്നെ, കൃഷ്ണനാൽ തന്നെ സുരക്ഷിതഃ ഞാൻ രക്ഷിതനാണ്. ആരാണ് എന്നെ രക്ഷിക്കുന്നത്? അപ്പോൾ കൃഷ്ണനാണ് എന്നെ രക്ഷിക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും അസകൃത് കൃഷ്ണനാൽ തന്നെ, കൃഷ്ണൻ തന്നെയാണ് എന്നെ രക്ഷിക്കുന്നത് എന്ന് പറയുന്നത് അത് ഒരു പാസീവ് വോയിസിൽ പറയാം. ഇപ്പം കൃഷ്ണേന കൃഷ്ണനെ കൊണ്ട്, കൃഷ്ണനാൽ എന്ന് പറയാം. വേറെ പദം ബാലഃ എന്ന് പറയുമ്പോൾ ബാലേന, രാമഃ എന്ന് വരുമ്പോൾ രാമേണ എന്ന് വരുന്നത് ന അല്ല, സാധാരണ ന ആണ് വരുന്നത്. ഇവിടെ നോക്കൂ, കൃഷ്ണേന ബാലേന. രാമേ എന്തുകൊണ്ട് ന വരുന്നില്ല? അവിടെ ഒരു നിയമമുണ്ട്. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ കാണും.
രാമേന എന്നുള്ളത് തെറ്റാണ്. രാമേണ ആണ് ശരി. അതിന് ണത്വവിധാനം എന്ന് പറയും. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. ശരി. അപ്പോൾ മൂന്നാമത്തെ വിഭക്തി. നാലാമത്തെ വിഭക്തി കൃഷ്ണായ തുഭ്യം നമഃ. കൃഷ്ണായ നമഃ തുഭ്യം നമഃ. തുഭ്യം അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. കൃഷ്ണായ നമഃ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇപ്പോൾ കൃഷ്ണനായിക്കൊണ്ട് കൃഷ്ണായ, ബാലായ, രാമായ. അഞ്ചാമത് കൃഷ്ണാദേവ സമുദ്ഭവ മമ വിഭോ. ഇവിടെയും സമുദ്ഭവ അടുത്ത പദമായിട്ട് ചേരുമ്പോൾ സമുദ്ഭവോ എന്ന് ആകും. അപ്പോൾ വിഭോ ഭഗവാനെ അഭിസംബോധന ചെയ്യാണ്. കൃഷ്ണാദേവ കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് മമ സമുദ്ഭവ. മമ എൻ്റെ, സമുദ്ഭവ ഉദ്ഭവം. എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഉദ്ഭവം ആരിൽ നിന്നാണ്? കൃഷ്ണനിൽ നിന്ന്. അപ്പോൾ കൃഷ്ണാത് കൃഷ്ണനിൽ നിന്ന്, ബാലാത് ബാലനിൽ നിന്ന്, രാമാത് രാമനിൽ നിന്ന്. കൃഷ്ണസ്യ ദാസഃ അസ്മി അഹം. ദാസഃ എന്നുള്ളത് അടുത്ത പദം കൂടി ചേരുമ്പോൾ ദാസോ എന്നാകും. ഇവിടെ അവഗ്രഹമുള്ളത് കൊണ്ട് ആ ചേർക്കണം. അസ്മി അഹം എന്നുള്ളത് ചേരുമ്പോൾ അസ്മി അഹം എന്ന് വരുന്നു. അസ്മി അഹം. കൃഷ്ണസ്യ ദാസഃ അസ്മി അഹം. അഹം ഞാൻ, കൃഷ്ണസ്യ കൃഷ്ണന്റെ, ദാസഃ അസ്മി ദാസൻ ആകുന്നു. കൃഷ്ണന്റെ കൃഷ്ണസ്യ, ബാലസ്യ ബാലന്റെ, രാമസ്യ രാമന്റെ. കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ. ഭഗവൻ അല്ലയോ ഭഗവാനെ. കൃഷ്ണേ കൃഷ്ണനിൽ, കൃഷ്ണനിൽ ഭക്തി. ഭക്തി എങ്ങനെയുള്ള ഭക്തി? അചഞ്ചലാ ഭക്തി. അചഞ്ചലമായ ഭക്തി. അസ്തു ഭവിക്കട്ടെ. നമ്മൾ കണ്ടുവല്ലോ രക്ഷതു. അതുപോലെ അസ്തു ഉണ്ടാകട്ടെ. അസ്തു ഭഗവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കൃഷ്ണേ കൃഷ്ണനിൽ, ബാലേ ബാലനിൽ, രാമേ രാമനിൽ. അവസാനം കൃഷ്ണനെ വിളിക്കുകയാണ്, അഭിസംബോധന ചെയ്യണം. ഹേ കൃഷ്ണ തുഭ്യം നമഃ. അല്ലയോ കൃഷ്ണ അങ്ങേക്ക് നമസ്കാരം. ഹേ ബാല അല്ലയോ ബാല. ഹേ രാമ അല്ലയോ രാമ. ഇപ്പോൾ ഒറ്റയടിക്ക് എല്ലാ വിഭക്തികളും ഉണ്ട് ഇതിൽ. ബാലശബ്ദത്തിൻ്റെ എഴുതിയിട്ടുണ്ട്, രാമശബ്ദത്തിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതാണ് അകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളുടെ വിഭക്തികൾ. ഇനി വിഭക്തികൾക്കുള്ള പൊതുവേ ഉള്ള എന്താണ് അർത്ഥം? കൃഷ്ണ പ്രഥമാ വിഭക്തി. ഇവിടെ ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട്. 1 2 3 4 5 6 7 7 വിഭക്തികളാണുള്ളത്. സംബോധനയ്ക്ക് ഈ പ്രഥമയുടെ അടിയിൽ വരും. അതുകൊണ്ട് അതിന് സംബോധന പ്രഥമ എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ വിഭക്തിയുടെ അർത്ഥം എന്താണ്? കൃഷ്ണ. അത് കൃഷ്ണം അതിനെ, കൃഷ്ണനെ. കൃഷ്ണേന കൃഷ്ണനാൽ. അപ്പൊ അതിനാൽ. ഇത് അത്, അതിനെ, അതിനാൽ. കൃഷ്ണായ അതിനായിക്കൊണ്ട്. കൃഷ്ണാത് കൃഷ്ണനിൽ നിന്ന്. അപ്പോ അതിൽ നിന്ന്. കൃഷ്ണസ്യ കൃഷ്ണന്റെ. അപ്പോ അതിൻ്റെ പൊതുവായിട്ട് എടുക്കുകയാണെങ്കിൽ കൃഷ്ണേ കൃഷ്ണനിൽ. കൃഷ്ണാത്തും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കൃഷ്ണനിൽ നിന്ന്, ഇത് കൃഷ്ണനിൽ. അപ്പൊ അതിങ്കൽ എന്ന് പറയാം. ഹേ കൃഷ്ണ അത് വിളിക്കുകയാണ്. ഇതാണ് പൊതുവേ ഉള്ളത്. ഇത് ഏകവചനമാണ്. ഏകവചനം പോലെ തന്നെ നമ്മൾ സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ദ്വിവചനമുണ്ട്. ബഹുവചനം എല്ലാ ഭാഷകളിലും ഉണ്ട്, പക്ഷെ സംസ്കൃതത്തിൽ ദ്വിവചനമുണ്ട്. അപ്പോൾ കൃഷ്ണ ശബ്ദത്തിന് ദ്വിവചനമുണ്ട്, ബഹുവചനമുണ്ട്. അപ്പോൾ 7 വിഭക്തികളിലും ദ്വിവചനവുമുണ്ട്, ബഹുവചനവും ഉണ്ട്. അപ്പം അത് ചിലർക്ക് തോന്നുന്നു, ഓ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇല്ല, നമ്മൾ ഈ എന്നും സഹസ്രനാമൊക്കെ ചൊല്ലുമ്പോൾ ദിവസവും ചൊല്ലി നമുക്കത് അകത്ത് കയറുമല്ലോ നമ്മളറിയാതെ. അതേപോലെ ഇത് പാരായണം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉള്ളിലേക്ക് കടക്കും. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ അത് എഴുതിയിട്ട് അത് വെറുതെ ഒന്ന് നമുക്ക് പഠിക്കാം.